സുജി. അപ്പം ഞാൻ നേരെ ഒരു ലോൺ വോൾഫ് മാച്ചാണ് സെലക്ട് ചെയ്തത്. മാച്ച് സെലക്ട് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് തന്നെ ഷോർട്ട് ഗണ്ണും കാര്യങ്ങളാണ് കിട്ടിയത്. ഓപ്പണിൻ്റെ ഷോർട്ട് ഗണ്ണാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റഷ് ചെയ്ത് ആ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്കും അതേ ഗണ്ണ് തന്നെ പിന്നെയും കിട്ടുന്നത്. പിന്നെ ആ ഗണ്ണ് വെച്ചിട്ട് ആൾ റഷ് ചെയ്ത് വരുന്നില്ലായിരുന്നു. അപ്പോൾ റഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതും ഇതുമൊക്കെ വാരിപ്പിറക്കി ഇറങ്ങുമെങ്കിലും പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്ന് അടിച്ചു. ഓടി വന്നത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും പിന്നും ഷോർട്ട് ഗണ്ണും കാര്യങ്ങളാണ് എടുത്തത്. ആ ഗണ്ണെടുത്തിട്ട് ഞാൻ പിന്നെ നേരെ അങ്ങ് പോയതും എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അടിച്ചങ്ങിട്ട്. പിന്നെ അടുത്ത റൗണ്ടും സെയിം ഗണ്ണ് വെച്ചിട്ടാണ്. ഈ ഗണ്ണെടുത്ത് ഞാൻ അതേപോലെ ചെല്ലാതെ പെട്ടെന്ന് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് റഷ് ചെയ്ത് അകത്തേക്ക് കയറി ചെന്നുകൊണ്ടിരുന്നു. ചെല്ലുന്നതിനനുസരിച്ച് ആൾ ഹീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഹീൽ ചെയ്യാൻ ടൈമിങ് കിട്ടുന്നില്ല. പെട്ടെന്ന് ഗ്ലൂവാളിട്ട് നിന്ന സമയത്ത് ഞാൻ പോയി ഹീൽ ചെയ്തു. പക്ഷേ ഹീൽ ചെയ്ത ഉടനെ എന്നെ ബാക്കിൽ നിന്ന് പിന്നെ വന്ന് അടിച്ചിട്ട് ഗെയ്സ്. അങ്ങനെ പിന്നെ ഞാനാണ് ഗണ്ണും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തത്. ഗണ്ണും കാര്യങ്ങളും സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ സൈഡിൽ പോയി ഒളിച്ച് നിന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒളിച്ച് നിന്ന് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അയാളെന്നെ കണ്ടു. എന്നിട്ട് ഞാൻ അതും ഇതുമൊക്കെ വാരിപ്പിറക്കി എറിയുന്നുണ്ട്. എല്ലാം എറിഞ്ഞ് ഞാൻ പിന്നെ മുകളിലും താഴെയായിട്ടൊക്കെ നിന്ന് കളിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഡാമേജ് ആളെ ഞാൻ അപ്പോഴത്തേക്ക് അടിച്ചങ്ങിട്ട്. പിന്നെ അടുത്ത റൗണ്ടായപ്പോഴത്തേക്കും പിന്നും സെയിം ഗണ്ണാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പോയി നിന്നപ്പോഴത്തേക്ക് എനിക്കറിയായിരുന്നു പിന്നെ അവിടെ തന്നെ നിന്ന് എന്നെ പെട്ടെന്ന് അടിച്ചിടുന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി നടന്നു. ഫുള്ള് ഓടി നടന്നാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സൈഡിൽ കൂടി കയറി വന്നു. ഈ സൈഡിൽ കൂടി പെട്ടെന്ന് ആളുടെ എൻട്രി ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തപ്പോഴൊക്കെ പെട്ടെന്ന് ചാടി ഓടി കയറി വരും. പിന്നെ ഞാൻ ആദ്യം റഷ് ചെയ്ത് കയറിപ്പോയെങ്കിൽ പിന്നെ ഞാൻ ബാക്ക് വലിഞ്ഞ് ഗ്ലൂ ഇട്ട് കയറി വന്നിട്ട് പിന്നെ എന്നെ അടിച്ചിട്ട് ഗെയ്സ്. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. അടുത്ത റൗണ്ട് ലാസ്റ്റ് റൗണ്ടാണ്. എന്തായാലും പോവുമെന്ന് എനിക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. കിട്ടൂലെന്നറിയായിരുന്നു. എങ്കിൽ ഞാൻ ചുമ്മാ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് റഷ് ചെയ്ത് കയറിപ്പോയി അടിക്കാനൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ